ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് എൻ്റെ ഓവർ ഹെഡ് വീഡിയോസൊക്കെ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയ്ക്ക് ട്രൈപോഡ് വാങ്ങണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ വാങ്ങായിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് കുറച്ച് പൈസ കിട്ടി. അങ്ങനെ ഞാൻ ട്രൈപോഡ് മേടിച്ചു കേട്ടോ. അതിന് മുമ്പത്തെ വരെയുള്ള സെറ്റപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഇതുപോലെ ഹാങ്ങർ വെച്ച് എൻ്റെ ലൈറ്റ് വെച്ചിട്ട് ഫോണും വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം തറയിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുമായിരുന്നു, അല്ലെങ്കിൽ നോർമലി ടൈലിൽ തന്നെയായിരുന്നു എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ബുക്ക് അറേഞ്ച് ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിരുന്നത്. ഹൈറ്റ് കിട്ടാനെന്ന് വിചാരിച്ചാൽ ഞാൻ നമ്മൾ ഈ കട്ടിലിൻ്റെ ഹൈറ്റില്ലേ, ആ ഹൈറ്റിൽ വരെ ഞാൻ ബുക്ക് എടുക്കും. പഴയ ബുക്കുകളൊക്കെ അടുക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഹാങ്ങർ വയ്ക്കും, ഹാങ്ങറിൻ്റെ മണ്ടയിൽ വെയിറ്റ് വയ്ക്കും, എന്നിട്ട് ഇതുപോലെ ലൈറ്റ് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയും ഒരു സ്ഥലത്തിരുന്നല്ല ഈ സെറ്റപ്പ് ഇപ്പോൾ ഇവിടെ അല്ലേ കിട്ടും, അത് അവിടെ നിന്ന് മാത്രമേ ഈ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈപോഡ് മേടിക്കാം. അങ്ങനെ എനിക്ക് കുറച്ച് പൈസ കിട്ടി. ഞാൻ എൻ്റെ വളരെ കാലത്തെ സ്വപ്നമായ എൻ്റെ ട്രൈപോഡ് ഞാൻ മേടിച്ചു. ആമസോണിൽ നിന്നാട്ടോ മേടിച്ചേ. അങ്ങനെ എൻ്റെ ട്രൈപോഡ് വന്നിരിക്കുവാണ് ഗൈസ്. വളരെ റേറ്റ് കുറവാട്ടോ, ഞാൻ റേറ്റ് പറയാം, വളരെ റേറ്റ് കുറവാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് മേടിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിക്കാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടാനുള്ള ഒരു ഭയങ്കര ആകാംക്ഷയിലിരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചു ഗൈസ്. അപ്പോഴും ഞാൻ കൊറിയർ വന്ന ഉടനെ ഞാൻ പൊട്ടിച്ചു. ഇതാണ് കേട്ടോ, ഇങ്ങനെയായിരുന്നു പാക്കിങ്. വെളിയിലൊരു കവർ, അതിന് മുകളിൽ നമ്മളെ ട്രൈപോഡിൻ്റെ മുകളിൽ ഒരു ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. ഞാൻ എന്ത് ചെയ്തു, ബബിൾ റാപ്പൊക്കെ എടുത്ത് മാറ്റി. ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതാണ്. അതിന് മുന്നേ ഞാൻ ഭയങ്കര വലിച്ചു പറിച്ചൊക്കെ എടുത്തു ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു എനിക്ക് ട്രൈപോഡ് വേണം എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. അങ്ങനെ ഇതിനാണ് എൻ്റെ കവറിങ് കേട്ടോ. എൻ്റെ പേര് വന്നിട്ട് എന്തോ സെൽഫി സ്റ്റിക്ക് R1S എന്നൊക്കെ ആയിരുന്നു എൻ്റെ പേര് വന്നിട്ട്. പിന്നെ കുറച്ച് പടങ്ങൾ, എനിക്ക് 4 കളർ അവൈലബിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ അവിടെ ബ്ലാക്കേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ബ്ലാക്കാണ് മേടിച്ചത്. ഞാൻ അല്ലെങ്കിൽ ബ്ലാക്കേ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. അതിൻ്റെ മോഡൽ നമ്പർ പിന്നെ മെറ്റീരിയൽ ഏതൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്തു. വരുന്നില്ലായിരുന്നു കേട്ടോ, ഒന്ന് കുടുങ്ങിപ്പോയി സാധനം. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനകത്തൊരു പ്ലാസ്റ്റിക് കവറുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കവറിലായിരുന്നു ഈ സാധനം വന്നിരുന്നത്. വളരെ നീളം കുറവാണ്. ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നീളം 2 കൈക്ക് പിടിക്കാവുന്നത്ര നീളമേനുള്ളായിരുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കതുകൊണ്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ആ ട്രൈപോഡ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ കാണിക്കാം. അപ്പം ഇതെൻ്റെ ചാർജിങ് പോർട്ടാണ് കേട്ടോ, ചാർജിങ് കേബിളാണ് കേട്ടോ. ഞാൻ എൻ്റെ ബുക്ക് മറന്നു കേട്ടോ. ഞാൻ താഴെ പോയി ബുക്ക് എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ ഇതൊരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു, ബുക്കല്ല, യൂസർ മാനുവൽ അതിനകത്തുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ പാർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണ്ടുള്ളവരൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് പാർട്സ്, ഏതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചീത്തയാക്കേണ്ട, വെറുതെ തട്ടിപ്പെട്ട് ചീത്തയാക്കേണ്ട, അവിടെ പിടിച്ച് വലിച്ചു ഞെക്കിയൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഇനി നമുക്ക് ട്രൈപോഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഈ ട്രൈപോഡ് എടുക്കുകയാണ് ഞാൻ. ട്രൈപോഡ് ഇങ്ങനെയാണ് എന്നിട്ട് നോക്കുന്നത്. അവിടെയാണ്, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫോൺ വെക്കേണ്ടത്. ഞാൻ ജസ്റ്റ് അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവിടെ, എനിക്ക് തോന്നി അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് എടുത്തിട്ട് ആ ഗ്യാപ്പിലാട്ടോ ഫോൺ വെക്കേണ്ടത്. എൻ്റെ ഫോണിലല്ല കേട്ടോ ഞാൻ ഇതിവിടെ വയ്ക്കുന്നത്. എൻ്റെ ഫോണ് iPhone 11 ആണ് കേട്ടോ എൻ്റെ ഫോണ്. ഞാൻ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത് വേറെ ഫോൺ നിങ്ങൾക്ക് വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുവാണേ. അങ്ങനെ അവിടെയാണ് ഫോൺ വയ്ക്കുന്നത്. ഇനി അത് നമുക്ക് ആ ഒരു ആംഗിൾ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം. ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലെന്ത് വരും കേട്ടോ. ഏകദേശം ഒരു നല്ല ഹൈറ്റുണ്ട്, നല്ല ഹൈറ്റുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹൈറ്റ് ഈ സാധനത്തിനുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. വ്ളോഗ് ചെയ്യാനൊക്കെ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഇനി സ്റ്റാൻഡ് ഓവർ ഹെഡ് വീഡിയോസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോഴാട്ടോ വരുന്നത്, ഓപ്പണായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധനം സിമ്പിളാണ്, ഓപ്പൺ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ സാധനം സിമ്പിളാണ്. ഇതാണ് കേട്ടോ എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ്. അതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്.
അതുവഴിയിട്ടാണ് നമുക്ക് ഇത് ഓണും ഓഫും ഒക്കെ ആക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റുണ്ട്, LED ലൈറ്റാണ് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. ചാർജിങ് പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ചാർജിങ് പോർട്ട്. നോർമൽ നമ്മൾ മൊബൈൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ചാർജിങ് കേബിൾ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയുള്ള സാധനം യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വളരെ റേറ്റ് കുറവാണ്. ഒരുപാട് പൈസയൊന്നും ഇല്ലാതെ ചെറിയ പൈസയൊക്കെ ഉണ്ട് ഒരു ട്രൈപോഡ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കുക കേട്ടോ. വളരെ റേറ്റ് കുറവാണ്. 290 രൂപയ്ക്ക് ഇത്രയ്ക്കും നല്ലൊരു സാധനം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.